ഇതൊരു 2022 മോഡൽ ടയോട്ട യാരിസ് ആണ്. കുറഞ്ഞത് ഒരു 10 മാസമായിട്ട് ഈ കാറിൻ്റെ ടെൻഷനർ പുള്ളി കംപ്ലൈൻ്റ് ആയിട്ട് ചെറിയ ശബ്ദവും വൈബ്രേഷനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പല മെക്കാനിക്കുകളെയും കാണിച്ചു, എല്ലാവർക്കും ഏകദേശം ഒരേ അഭിപ്രായമാണ്, ശബ്ദം കുറച്ചും കൂടെ കൂടട്ടെ, കുറേ കൂടെ ഓടട്ടെ, എന്നിട്ട് മാറാം എന്ന്. ഏകദേശം അങ്ങനെ ഒരു 20,000 കിലോമീറ്ററോളം ഓടി. ശബ്ദം വലിയ കാര്യമായിട്ട് കൂടിയില്ല, പക്ഷേ വൈബ്രേഷൻ കൂടി. അപ്പോൾ ഈ ഹൈവേയിലെ യാത്രയും സൗദി അറേബ്യയിലെ എക്സ്ട്രീം ക്ലൈമറ്റും പിന്നെ യാത്രയ്ക്കിടയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലുള്ള അസൗകര്യങ്ങളും എല്ലാം കണക്കിലെടുത്ത് ദമാമിലെ ജാവേദ് ഭായിയെ കൂടെ ഈ വാഹനം ഒന്ന് കാണിച്ചു. അദ്ദേഹം ഒരു ഡോക്ടർ രോഗിയെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്ന പോലെ എഞ്ചിൻ്റെ ഓരോ ഭാഗത്തെയും ശബ്ദങ്ങളും വൈബ്രേഷനും പരിശോധിച്ചപ്പോൾ ടെൻഷനർ പുള്ളി മാത്രമല്ല, വാട്ടർ പമ്പും കൂടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നും വാട്ടർ പമ്പിലൂടെ എഞ്ചിൻ കൂളൻ്റ് ചെറുതായിട്ട് ലീക്ക് ചെയ്യാനും തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്പെയർ പാർട്സുകൾ മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ടയോട്ടയുടെ ഡീലറുടെ അടുത്ത് പോയി. ജെനുവിൻ സ്പെയർ പാർട്സുകൾ കിട്ടി. ബെൽറ്റിന് 110 റിയാലും, വാട്ടർ പമ്പിന് 180 റിയാലും, ടെൻഷനറിന് 200 റിയാലും, കൂളൻറ്റിന് 45 റിയാലും ആയി. ഇങ്ങനെ സ്പെയർ പാർട്സ് വാങ്ങുവാൻ പോകുന്ന വഴിക്ക് ഒരു അപൂർവ സൗഹൃദത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഇടയായി. പിന്നെ നമ്മുടെ ജാവേദ് ബ്രോയുടെ വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തെ അത്യാവശ്യം സഹായിക്കാനാണെന്ന് തോന്നുന്നു വളരെ ആക്റ്റീവായിട്ടുള്ള 2 അസിസ്റ്റൻറ്റുമാരെയും കണ്ടു. അപ്പോൾ നമ്മുടെ ജാവേദ് ബ്രദറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.